ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ്. അപ്പോൾ ഇതാന്ന് ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ലോങ് വീഡിയോ ഇട്ടോ. അപ്പോൾ ഇതാ മോളും കക്കി ഞങ്ങൾ മൂന്നാളും കൂടി ഒന്ന് പുറത്ത് പോവാണ്. പുറത്ത് പോകണമെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രാവിലെ ഒന്നും നടക്കുന്നില്ല, കുറേ പരിപാടികളുണ്ടായിരുന്നു. ഒന്ന് കാക്ക ലീവ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ബാങ്കിൻ്റെ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പടയായിട്ട് ലീവ് എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരം ആക്കി ഒന്ന് പുറത്ത് പോകാമെന്ന്. അപ്പോൾ ഈ ഭാഗത്ത് വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പുറത്ത് പോലില്ല. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അയക്കണില്ല, മൊബൈല് പിടിച്ച് വലിച്ചിട്ട്. അപ്പോൾ തനിക്കൊക്കെ ഡ്രൈവിങ്ങിലാണ്. എന്നത്തെ മാതിരി തന്നെ നമ്മളങ്ങനെ സംസാരിക്കാറില്ല അല്ലേന്നോ, ചിരിക്കുക. ഞങ്ങൾ ഒള്ളി ചിരി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളൊന്ന് സംസാരിക്കൂലേ? ഇല്ല, എന്തെങ്കിലും ഒരു ഉൾപ്പുണ്ടോ നിങ്ങൾക്ക്? ഇല്ലയെന്ന് പറയാൻ പക്ഷേ പ്രയാസമില്ലേ പറയാണ്ട്, ഒന്നും കൊണ്ടൂല. ഞങ്ങൾ കൊണ്ടൂല മറ്റേ അതിൻ്റെ ഉറക്കം വന്നിട്ടാണെങ്കിൽ ഉറക്കത്തിന്ന് ഏകദേശം ഉറങ്ങലൊന്നും ശരിയാവാതെ എണീറ്റതാട്ടോ. അതിൻ്റെതായിട്ടുള്ളൊരു ഉറക്കത്തിൻ്റെ ക്ഷീണമുണ്ട് അവർക്ക്. അപ്പം ഞങ്ങൾ എങ്ങനത്താന്ന് സത്യം പറഞ്ഞാൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാലിക്കറ്റ് ആ ഭാഗത്തേക്കാണ് പോവാ വെച്ചിട്ടാണ്. എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ഇപ്പം തൃശ്ശൂർ അങ്ങനെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്നാമത് പ്രത്യേകിച്ച് പോയാൽ ഒന്നുമില്ല. കോഴിക്കോട് ഭാഗത്തൊക്കെ ആകുമ്പം കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ കടലാണാൻ പോവാം, ഇല്ലാച്ചാൽ നമ്മൾ മാൾക്ക് പോവാം. പിന്നെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അവിടെ കടലും അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻസ് കുറവാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ പോകെ നമ്മൾ ഒക്കെ വീഡിയോ കാണിച്ചു തരാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. എന്നത്തെ മാതിരി തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നത് നിർത്തുന്നത് മാത്രം അല്ല. പിന്നെ ഇവാ ആ മോളോട് ഹലോ. അപ്പോ ഞങ്ങള് വാപ്പ വർത്താനം പറയാത്തതിന് ഞങ്ങൾ വർത്താനം പറയില്ലേ അല്ലേ? വാ അതൊക്കെ ചെയ്താലും സംസാരിക്കരുത് കേട്ടോ. ഞങ്ങൾ ഭയങ്കര കോൺസെൻട്രേഷൻ ഡ്രൈവിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ജസ്റ്റ് തിരൂരെത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡിൽ. അപ്പം ഈ ഓണത്തിൻ്റെ ഭയങ്കര ഒരു തിരക്കുണ്ട്. അപ്പോൾ കുറച്ച് ഇച്ചിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞത് അങ്ങനെ പോവുകയാണ്. ഇനി ഞങ്ങൾ കുറച്ചങ്ങണ്ട് എത്തിയിട്ട് അപ്പത്തിന് ഇവിടെ മിക്കവാറും ഉറങ്ങും. അപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ചിട്ട് ഞാനിത് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ എടുത്തത്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ മിക്കവാറും ഉറങ്ങും. ഇവാ ഇവിടെ അബ്ബ എവിടെ? അവിടെ പൊന്നുട്ടിയുടെ ടാറ്റ കൊടുത്താ ഇവ ടാറ്റ കൊടുത്താ ഇവ ടാറ്റ കൊടുക്ക്, ഇവ ടാറ്റ കൊടുക്ക്. ഇവ ഹെസ്രീൻ ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുത്ത ടാറ്റ സ്ഥിരം കൊടുക്കുന്ന ആളാണ്. വീഡിയോ നോക്കിയപ്പോ ടാറ്റയ്ക്ക് ആടെ കളിയാക്കണം മണ്ണുകുട്ടീനെ. ആരെ കളിയാക്കണേ? അബ്ബന്റെ പൊന്നുട്ടിയുടെ ക്ഷീണിച്ചിട്ടില്ലേ? ഞങ്ങള് പോക്കൊടങ്ങി വെയിൽ സൈക്കിൾ വെച്ചിട്ട് ഗ്ലാസ് മേലെ തോർത്തൊക്കെ ഇട്ടിട്ടോ. അത് തുറക്കല്ല മുന്നേ വെയിൽ വരും കേട്ടാ. കണ്ട ചൂടും ഭയങ്കര വെയിൽ വരുന്നത്. ഓർക്ക് ഭയങ്കര രസം ആ തോർത്തുകൊണ്ട് അങ്ങനെ കളിക്കാം. അപ്പോ ഞങ്ങളിതാ നമ്മളിപ്പോ എടുത്തിരുന്നു കക്കാട്. കോഴിശ്ശേരി കഴിഞ്ഞ് കക്കാട് എത്തി. ഇപ്പോൾ ഹൈവേ കയറിയിട്ടാണ്. പിന്നെ ഭയങ്കര സ്മൂത്താണ്, റോഡ് നല്ല സൂപ്പർ റോഡാണ്. പിന്നെ ഞങ്ങളിങ്ങനെ പോക്ക് തുടങ്ങി. എന്നാണ് മോളെ
പറഞ്ഞ് ഈ പണിയെടുത്ത് മുഴുവൻ ഒരു വീട്ടും. പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെ ഇറങ്ങുക? സെറ്റിലെ പബ്ലിക്കായിട്ടുള്ള ടോയ്ലറ്റ് കാര്യങ്ങള്, അതും വിത്ത് റാമ്പ്. ആദ്യമായിട്ടാണ് മെച്ചപ്പെട്ടിക്കണേ. നമ്മളപ്പോ കൊറേ കാലം ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഞാൻപ്പോ അതാലോചിക്കണം. അതാണ് കാലിക്കറ്റിക്ക് വന്നിട്ട് കൊറേ ആയിട്ടില്ല, പക്ഷെ ഇതിക്കൂടെ വന്നിട്ട് നമ്മൾ കൊറേ ആയി. അപ്പൊ ഇതാ ഞങ്ങൾ ഏകദേശം എത്താനായി. ഞങ്ങൾ നേരെ ആദ്യം പ്ലാൻ ചെയ്ത് നമ്മള് ബീച്ചിക്കൊക്കെ പോണെന്ന്, പക്ഷെ ഞങ്ങൾ ബീച്ചിക്ക് പോണില്ല. നേരെ ഹൈലൈറ്റ് ഒക്കെ ഉണ്ടാകുന്ന വിചാരിച്ചു. കാരണം ഇപ്പൊ ബീച്ചിക്ക് പോയാലും നമ്മൾ ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ ബീച്ചിക്ക് പോകുന്നില്ല. ഞങ്ങളിവിടെ ഹൈലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഹൈലൈറ്റിലേക്കുള്ള എൻട്രി? അതാണ് ഒരു ഐഡിയ ഇല്ലാത്തത്. അതാണ്. മോളാണെങ്കിൽ നല്ല ഉറക്കാണ്. ഫസ്റ്റ് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്. ഹൈലൈറ്റിന് മുന്നേ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ മുന്നേ അതിൻ്റെ അടുത്തായിട്ടൊരു എക്സിറ്റ് ഉണ്ട്. കറക്റ്റ് അല്ലേ? മൊത്തത്തിൽ മറിയുന്നുണ്ട്. ഞങ്ങൾക്ക് തെറ്റിപ്പോയി. അത് വെറും ആ ഹോസ്പിറ്റലിലേക്കുള്ള മാത്രമുള്ള എൻട്രി ആയിരുന്നു, എക്സിറ്റ് ആയിരുന്നു. ഞങ്ങൾ വീണ്ടും ഹൈവേക്കനെ കയറി. ഞാനിത് ആദ്യം വിചാരിച്ച് നമ്മൾ പൊട്ടത്തരല്ലേ പറയണ്ടെന്ന്. പിന്നെ വിചാരിച്ച് പലർക്കും ഈ പൊട്ടത്തരം പറ്റിയിട്ടുണ്ടാവും. കാരണം ഞാൻ വിചാരിച്ച് കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന എക്സിറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ അല്ല, അങ്ങനല്ല. ഇനി ഞങ്ങൾക്ക് കിട്ടുമോ നോക്കട്ടെ. ഉണ്ടാവും, ഇല്ലാതിരിക്കൂല. ഇവിടെ എവിടെയെങ്കിലും ഒന്നും ഇല്ലാതിരിക്കൂല. ഉണ്ടാ അവിടെ ബോർഡ് ഉണ്ട്, എക്സിറ്റ് ഉണ്ട്. യെസ്, ഹൈലൈറ്റ് മാളിൻ്റെ എന്താ ഹൈലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ. കറക്റ്റ് ആ ഒരു ബോർഡ് ഉണ്ട്. ഹൈലൈറ്റ് മാളിൻ്റെ ഒരു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ടാണ് ഒന്നാമത്. നമ്മൾ ജനിച്ചതിന് ശേഷം കാലിക്കറ്റ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ നമ്മൾ ഹൈലൈറ്റ് പോയാ ഇല്ല? ഞങ്ങൾ ഹൈലൈറ്റ് അന്ന് പോയിട്ടില്ല. അന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. അന്ന് നമ്മൾ ആദ്യമായിട്ട് ഇവിടേക്ക് പോയത് ലുലുമാൾക്ക്. ഞങ്ങൾ ലുലുമാൾക്ക് അന്ന് പോയത്. മോള് ജനിച്ചതിന് ശേഷം കാലിക്കറ്റ് അന്ന് ഹൈലൈറ്റ് മാൾക്ക് പോയിട്ടില്ല. ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള സ്പോട്ടാട്ടോ. പലരും വിചാരിക്കും എന്താ ഹൈലൈറ്റ് മാളുണ്ട്. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഞങ്ങളൊരു സ്ഥിരം സ്പോട്ടാണ് ഹൈലൈറ്റ് മാള്. അതേപോലെ ഗോകുലം. കാലിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ. ആയിട്ട് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഓഫറൊക്കെ ഉണ്ടാവും ഓണായിട്ട്. എന്താ ഭംഗിയാണ്ട് നോക്കിയിരുന്നു. പൂക്കളങ്ങനെ നോക്കി സൂപ്പർ ആട്ടാ. ഇപ്പം നല്ല തിരക്കാട്ടോ. അത്യാവശ്യം നല്ലോണം റഷ് ഉണ്ട്. വണ്ടികളൊക്കെ അങ്ങോട്ട് വിടുണ്ടോ? അവിടെ ഉണ്ടല്ലേ. ഞങ്ങൾ ആദ്യം വിചാരിച്ച് നെസ്റ്റോല് എൻ്റെ അടുത്ത് വല്ല പാർക്കിംഗ് കിട്ടിയാൽ നന്നായിരുന്നു, പക്ഷെ തോന്നണില്ല. അപ്പം നമ്മളെ പാർക്കിങ്ങിൽ തന്നെ പോകേണ്ടി വരും. അതാകുമ്പോൾ സേഫാണ്. അപ്പോൾ ഇതാ ഹൈലൈറ്റ് മാളിൽ വന്ന് ഞങ്ങൾ ബ്രോസ്റ്റൊക്കെ വാങ്ങിച്ച്, പിക്കിള് വാങ്ങിച്ച്, മാംഗോൻ്റെ 2 കോഫി വാങ്ങിച്ചിട്ടാ. പാത്തുവിന് ഒരു ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്തുകൊണ്ട് അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടോ.
ഒരുപാട് കട ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങി വരുന്ന ആ ഒരു ഏരിയ അതൊക്കെ തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ റോസ്റ്റും അതേപോലതൊക്കെ. അപ്പം ഞാൻ ഈ മോൾക്കൊന്ന് ഫുഡ് കൊടുത്തു വെച്ചു. അപ്പാൻ്റെ മടിയിലിരുന്നു. തേർഡ് സ്റ്റാൻഡേർഡിലാണ് അയൽക്കുട്ടി പഠിക്കുന്നത്. അവളുടെ പേര് സിവ. സിവ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന 2 പിള്ളേർ. മിന്നൽ മലയാളം പാട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ജഡ്ജ്മെന്റ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ട് നമ്മുടെ ഹൈലൈറ്റും അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ട് ഒരുമിച്ച് നടത്തുന്ന ആ ഒരു കുക്കിംഗ് ഷോയുടെ ഏകദേശം ഞങ്ങൾ റിട്ടേൺ അടിച്ചു. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വേഗം പോകുന്നു. ഞങ്ങൾ സത്യമായ സമയം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 7 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അധികം ഇരുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഭാഗ്യത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു മോൾക്ക്. അതുകൊണ്ട് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം എവിടെ എത്തിയെന്നൊരു ഐഡിയ ഇല്ല. ഹൈവേക്ക് കയറിയ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് എവിടെ എത്തിയെന്നോ ഒന്നും ഐഡിയ ഇല്ല. പിന്നെ ഈ നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നമ്മളിവിടുന്ന് തിരിക്കുക. കോഴിച്ചേനെന്നാണ്. പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല കേട്ടോ. ഏകദേശം യൂണിവേഴ്സിറ്റി എത്തിയിട്ടുള്ളൂ. നമുക്കൊരു ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി എത്തിയിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്നാണ് തിരിക്കും ഇൻഷാ അല്ലാ. എന്തായാലും ഒരു ചെറിയ വീഡിയോ ഇരുന്ന് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.